KSRTC നഷ്ടമാണെന്ന് പറയുന്ന സർക്കാർ ഒന്നു മാത്രം ശ്രദ്ധിക്കുക. ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ചില ജീവനക്കാർ സമാന്തരമായി സ്വകാര്യ ബസ്സുകൾ സ്വന്തമാക്കി KSRTCയെ തകർക്കുന്നുണ്ട്. അതാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. ഇതിലെങ്കിലും നടപടി ഉണ്ടായാലേ KSRTCയെ കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. KSRTC നഷ്ടത്തിലാണെന്ന് പറയുന്ന വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും ഇതൊന്ന് കാണുക. സ്വന്തമായി സ്വകാര്യ ബസ്സുള്ള KSRTC ജീവനക്കാർ നിരവധിയാണ്. ഇതിൽ ഒന്ന് മാത്രമാണിത്. സമയക്രമം നിശ്ചയിക്കുന്നതിന് RTO വിളിച്ചു ചേർത്ത് യോഗത്തിലെത്തിയ ഒരു ജീവനക്കാരനാണിത്. KSRTC ഉദ്യോഗസ്ഥർക്കൊപ്പം സമയക്രമം ചർച്ച ചെയ്യാൻ എത്തിയതായിരുന്നു ഈ ജീവനക്കാരൻ. ഇതേ ജീവനക്കാരൻ തന്നെയാണ് KSRTCയിലെ ഡ്രൈവറും. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് പോയ ഇദ്ദേഹം KSRTC ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇത്തരത്തിലുള്ള ജീവനക്കാർ സ്വകാര്യ റൂട്ട് ബസ് സ്വന്തം പേരിൽ വാങ്ങുന്നതും സമയക്രമത്തിനുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇത്തരക്കാരാണ് KSRTCയെ നഷ്ടത്തിലാക്കുന്നതെന്ന് KSRTC യൂണിയൻ CITU മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇൻസ്പെക്ടറുമായിരുന്ന ജോസ് ജേക്കബ് പറഞ്ഞു. തീർച്ചയായിട്ടും നിയമപരമായ അത് വലിയ ഗുരുതരമായ തെറ്റാണ്. KSRTCയിലെ യാതൊരു ജീവനക്കാർക്കും KSRTC ബസ്സിൽ ജോലി ചെയ്യാനല്ലാതെ സമാന്തര സർവീസുകൾ നടത്താനോ സ്വകാര്യ ബസ്സുകൾ ഓടിക്കാനോ സ്വകാര്യ ബസ്സുകളുടെ ഉടമസ്ഥരായിരിക്കാനോ നിയമം അനുവദിക്കുന്നില്ല. അത് KSRTCയുടെ ഉദ്യോഗസ്ഥൻ KSRTC ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ടൈം ഹിയറിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. ATO മുതലുള്ള യൂണിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇൻസ്പെക്ടർ നിർബന്ധമായിട്ടും RTO മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്, ടൈം ഹിയറിംഗിന് പങ്കെടുക്കേണ്ടതുണ്ട്. ആ സമയത്ത് KSRTCക്ക് വിഘാതമായി സ്വകാര്യ ബസ്സിന് അനുകൂലമായ നിലപാടാണ് ഓട്ടോമാറ്റിക്കായിട്ട് സ്വകാര്യ ബസ്സുകൾ സ്വീകരിക്കുന്നത്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ KSRTCയുടെ ജീവനക്കാരോ KSRTCയായി ബന്ധപ്പെട്ട ആളുകളോ KSRTCയിലെ ജീവനക്കാരെ നിയോഗിക്കുന്ന ആളുകളോ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ അതിന് റിപ്പോർട്ട് ചെയ്യുകയും അതിന് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യാൻ ആ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. കേരളത്തിൽ ഇത്തരം ജീവനക്കാർ നിരവധിയാണുള്ളത്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും തയ്യാറാകുന്നില്ല. ഇത്തരക്കാരെ നിയന്ത്രിച്ചാൽ ഒരു പരിധിവരെ KSRTC ലാഭത്തിലാക്കാൻ കഴിയും. VS ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി.